പ്രശ്നങ്ങൾ അവിടെ നിൽക്കട്ടെന്നേ, പ്രതിസന്ധികൾ അവിടെ നിൽക്കട്ടെന്നേ, പ്രതികൂലങ്ങൾ അവിടെ നിൽക്കട്ടെന്നേ, തകർച്ചകൾ അവിടെ നിൽക്കട്ടെന്നേ, പരാജയങ്ങൾ അവിടെ നിൽക്കട്ടെന്നേ. നീ പരാജയങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കും പ്രശ്നങ്ങളിലേക്കും കടബാധ്യതകളിലേക്കും രോഗ പ്രതിസന്ധികളിലേക്കും നീ നോക്കാതെ, ദൈവം നിന്നെ എന്തിനു വിളിച്ചോ, ദൈവം നിന്നെ എന്തിനെ തിരഞ്ഞെടുത്തോ, നിന്നെ എന്തിനു വേണ്ടി കർത്താവ് കണ്ടോ, അതിനുവേണ്ടി നീ ഇറങ്ങിത്തിരിക്കുക. നീ ഇറങ്ങിത്തിരിക്കുമ്പോൾ വഴിയിൽ വെച്ച് കുറവുകൾ തീർക്കുന്ന ഒരു ദൈവം നിന്റെ ദൈവമാണ്. ഈ വഴി യാത്രയിൽ നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിരിക്കും. എല്ലാം ശരിയാക്കിയിട്ടൊന്നും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് നിനക്കൊരു വിളിയുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ നിന്നെ അലട്ടുന്നത് ചില പ്രതിസന്ധികളാണ്. നീ അത് പരിഹരിച്ചിട്ട് ദൈവത്തിൻ്റെ പദ്ധതിക്ക് ഇറങ്ങാമെന്നാണ് പറയുന്നത്. പക്ഷേ ആമേൻ, ഒരു പ്രശ്നം മാറുമ്പോൾ മറ്റൊരു പ്രശ്നം വരും, മറ്റൊരു പ്രശ്നം മാറുമ്പോൾ മറ്റൊരു പ്രശ്നം വരും. അങ്ങനെ നീ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിന്നിലൂടെ വിടുവിക്കപ്പെടേണ്ടവർ, നിന്നിലൂടെ സൗഖ്യമാകേണ്ടവർ, നിന്നിലൂടെ അനുഗ്രഹിക്കപ്പെടേണ്ടവർ, നിന്നിലൂടെ ദൈവത്തെ കാണപ്പെടേണ്ട പലരും അവരുടെ സമയങ്ങൾ വേസ്റ്റ് ആകുകയാണ്. അതുകൊണ്ട് ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു, മരിച്ചവർ മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീയോ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക.